CPI അങ്ങനെ വിജയശ്രീ ലാളിതരായിട്ട് നിൽക്കുകയാണ്. CPM-ന്റെ പത്തി ചവിട്ടി താഴ്ത്തി എന്നുള്ള വിജയാഹ്ലാദത്തിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കേരളത്തിലെ ചില ബൂർഷാ പത്രങ്ങളുണ്ട്, മലയാള മനോരമ പോലുള്ളത്. CPI-യുടെ ചവിട്ടേറ്റ് വിഷം മുഴുവൻ പുറത്തേക്ക് CPM വമിക്കുമോ? അങ്ങനെ CPI-യുടെ ചവിട്ടിൽ പുറത്തേക്ക് വമിക്കാവുന്ന രീതിയിലുള്ള വിഷാംശം അല്ല അതിനകത്തുള്ളത്. CPI-ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ നോക്കി പട്ടി കുരച്ചാലുള്ള സ്ഥിതി എന്ന്, അതുപോലെയുള്ളൂ. CPI-യുടെ വിചാരം PM ശ്രീ പദ്ധതി അതാ ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് CPM പിന്മാറി. അവര് ഡൽഹിയിൽ ഒരു ഉന്നത നേതാവ് പോയി ഒപ്പിട്ട് കൊടുത്ത, ഉന്നത നേതാവല്ല ഉന്നത ഉദ്യോഗസ്ഥൻ പോയി ഒപ്പിട്ട് കൊടുത്തത് അതവിടെ നിൽക്കുകയാണ്. ഇത് പിള്ളേര് കളിയല്ല, അത് ഒപ്പിട്ടത് ഞങ്ങൾ അങ്ങ് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇതെന്താ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എന്താ ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരാണോ? അരിയാഹാരം കഴിക്കുന്നവരല്ലേ മിസ്റ്റർ ബിനോയ് വിശ്വം? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ചവിട്ടിയത് CPM-നെയാണ്, നല്ല ഒന്നാം തരം മൂർഖൻ പാമ്പിനെയാണ് നിങ്ങൾ ചവിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ കടുത്ത ശിക്ഷ കിട്ടാൻ പോവുകയാണ്. അല്ലെങ്കിലോ നിങ്ങൾ CPM-ന്റെ കയ്യിൽ നിന്ന് ചവിട്ടും കുത്തും എല്ലാം ആട്ടും തുപ്പും ഏറ്റ് കിടക്കുകയാണ്. നിങ്ങൾക്കിനി അവിടെ തന്നെ കിടക്കേണ്ടി വരും. അവിടെ കിടന്ന് നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു വലതുപക്ഷ സ്വഭാവം ഉള്ളവരാണ്. CPI-യെ കുറിച്ച് പറയുന്നത് ഈ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെ. കോൺഗ്രസിന് പിന്തുണയോടുകൂടിയാണല്ലോ രണ്ട് മുഖ്യമന്ത്രിമാരും CPI-യിൽ നിന്നുണ്ടായിട്ടുള്ളത്, അച്യുതമേനോനും PK വാസുദേവൻ നായരും ഒക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഓർക്കണം, നിങ്ങൾ പല കാര്യങ്ങൾക്ക് പിണറായി വിജയനെതിരെയും CPM-നെതിരെയും കൊമ്പ് ഓർത്തു. അതായത് ADGP അജിത് കുമാർ വിഷയത്തില്, പിന്നീട് തൃശൂർ പൂരം കലക്കിയതിന്റെ കാര്യത്തില് അതിനിശിതമായ വിമർശനം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിണറായി വിജയൻ അത് കാര്യമായിട്ടൊന്നും ചെവിക്കൊണ്ടില്ല. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞു. പിണറായി വിജയൻ അറിയാം നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. അത് തന്നെ സംഭവിച്ചു. പക്ഷെ PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ അങ്ങ് കൊമ്പ് ഓർത്തു. ശരിയാണ്, അവരെ കൊണ്ടുപോയി മുൾമുനയിൽ കൊണ്ടുപോയി നിർത്തിച്ചു. നമ്മുടെ ഈ ബൂർഷാ പത്രങ്ങളൊക്കെ നല്ല പോലെ അങ്ങ് എഴുതി CPI-യും CPM-ഉം തമ്മിൽ അടിപിടിയായി കലഹമായി പിരിയാൻ പോകുന്നു. CPI-ക്ക് അവിടെ അടൂർ പ്രകാശ് റെഡ് കാർപ്പറ്റ് ഇന്ദിരാഭവനിൽ വിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ CPI-ക്കാരെല്ലാരും വരും. നിങ്ങൾ മന്ത്രിസഭയിലേക്ക് പോകുന്നില്ല, മന്ത്രിസഭ ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങ് ഇറങ്ങി. നിങ്ങൾ ബഹിഷ്കരിച്ചില്ല. അതിനു മുമ്പ് എന്താണ് ഇവരുടെ ഒരു തീരുമാനത്തിലെത്തി. ഒരു 7 അംഗ സമിതിയോ എത്രയോ സമിതി വയ്ക്കും, അവരന്വേഷിക്കും, പഠിക്കും. അവരുടെ അന്വേഷണവും പഠനത്തിനും വേണം 7 മാസം റിപ്പോർട്ട് കൊടുക്കാനും ഒക്കെ. അപ്പോഴത്തേക്ക് ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയും. പിന്നെ ആ വഴി അതങ്ങ് പോകും. ഒന്നുകിൽ തിരികെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ വരില്ല. പിന്നെ ഡൽഹിയിൽ പോയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഒപ്പിട്ട് കൊടുത്തത്. അതങ്ങനൊന്നും മരവിപ്പിക്കാൻ പറ്റില്ല. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കിയേ പറ്റൂ. അത് ഫണ്ട് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, ഫണ്ടുണ്ട്, അത് ഫണ്ട് വാങ്ങാൻ വേണ്ടിയാണ്. എന്നാ പിന്നെ ഏത് തട്ടിപ്പിനും പോകാമല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇത് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. ഇത് വിദ്യാഭ്യാസ നയമാണ്. കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ നയത്തിലൊക്കെ മാറ്റം വരുത്തി പല പദ്ധതികളും ആവിഷ്കരിച്ചപ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിൽ വരുത്തിയില്ലേ? അന്ന് നിങ്ങൾ എന്തായിരുന്നു ഒന്നും പറയാതിരുന്നത്? സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ BJP സർക്കാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ കാവ്യവൽക്കരണം, സംഘപരിവാർ അജണ്ടയാണ്, മണ്ണാങ്കട്ടയാണ്, ഇതൊക്കെയാണ് പറച്ചിൽ. അപ്പോൾ CPI-യുടെ ഈ പിടിവാശിക്ക് മുന്നിൽ CPM തലകുത്തി വീണു.
എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലോ മത്തങ്ങ അക്ഷരത്തിലോ ഒക്കെ പത്രങ്ങളിൽ വരികയുണ്ടായി. പക്ഷെ CPI-ക്കാരെ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ അധോഗതിയാണ്, വിനാശകാലേ വിപരീത ബുദ്ധി. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് 2 തെരഞ്ഞെടുപ്പ് വരികയാണ്. നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ 8 നിലയിൽ പൊട്ടും. നിങ്ങളെ പൊട്ടിച്ചിരിക്കും CPM, തോൽപ്പിക്കും. നിങ്ങളുടെ മേൽവിലാസം ഇല്ലാതാക്കും. നിങ്ങളുടെ ഒന്നും പിന്തുണയില്ലാതെ തന്നെ CPM നോക്കും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. UDF അധികാരത്തിൽ വരാൻ കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി വരാൻ മുസ്ലിം ലീഗ് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നാണോ ഈ CPI എന്ന് പറയുന്ന ഒരു ഈർക്കിൽ പാർട്ടിയായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ആവശ്യമില്ല, ഇറങ്ങിപ്പോകൂ എന്ന് പറയും പിണറായി വിജയൻ. നോക്കിക്കോ, 26 അധികാരത്തിൽ വരുമ്പോൾ മാറി നിൽക്ക്, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ CPI-ക്ക് ഉണ്ടാകും. നിങ്ങളുടെ 4 MP 4 പേർ 4 പാർലമെന്റ് മണ്ഡലത്തിൽ 4 മത്സരിച്ചില്ലേ? നിങ്ങൾ എന്താ ഒരിടത്തും ജയിക്കാഞ്ഞത്? ഇക്കുറി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആ സിറ്റി മണിയൻ തോൽക്കുമെന്നാണ് കരുതിയത്. 8ഓ 9ഓ തവണയായിട്ട് മത്സരിക്കുകയാണ്. മാവേലിക്കരയ്ക്ക് ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഇത്തവണ തോൽക്കുമെന്ന് കരുതിയതാണ്. ആ തോൽവി ഉണ്ടായില്ല. എന്തുകൊണ്ട്? അവിടുത്തെ CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ CPM-കാരില്ല. CPM-കാരല്ല എവിടെ പോയി? അവരെ തൊട്ടയൽ മണ്ഡലങ്ങളിലെ CPM-ന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ട് പോയി. തൃശ്ശൂരിൽ CPI-യുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആളില്ല. അവിടെ CPM-ന്റെ പ്രവർത്തകരൊക്കെ തന്നെ ആലത്തൂര് രാധാകൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി. അല്ലെങ്കിൽ തൃശ്ശൂരിൽ ചില ഡീൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ പേരിലൊക്കെ നിങ്ങൾ പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടൊന്നും പിണറായി അത് കേട്ട ഭാവം പോലും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു വലിയ ദുരന്തമാണ് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ വയനാട്ടിലെ നിങ്ങളുടെ സീറ്റാണ്, സ്റ്റാർ മണ്ഡലമാണ്. അവിടെ CPI നല്ല, അവിടെ കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂലും നിന്നാൽ ജയിക്കും. പ്രിയങ്ക ഗാന്ധി വന്നപ്പം ഭൂരിപക്ഷം കൂടി. ഇവിടുത്തെ പത്രങ്ങളെല്ലാം അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്ക്, കണ്ണ്, നാവ്, വായ്, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർ വാരി കോരി അങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു. വലിയ ഭൂരിപക്ഷം തന്നെയായിരുന്നു. അല്ലെങ്കിൽ CPI എന്നല്ല, ആരും കോൺഗ്രസിന് മാത്രമേ. ഇപ്പൊ സിദ്ദിഖ് എന്നൊക്കെ പറയുന്ന ജനത്തിന് ഉപകാരപ്രദമല്ലാത്ത MLA ആണ്. അയാളൊക്കെ എത്ര വട്ടം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അയാൾ എന്നാലും ജയിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു മണ്ഡലമാണ് വയനാട്. പിന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ഈ BJP കേരളത്തിൽ വളർന്നു വന്നു, തിരുവനന്തപുരത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി വിജയത്തോട് അടുക്കുന്നു. CPI 3ാം സ്ഥാനത്ത് പോവുക മാത്രമല്ല 2ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരം കൂടിക്കൂടി വരികയാണ്, പടുകുഴിയിലേക്ക് പോവുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI-ക്ക് സീറ്റ് കൊടുക്കും, സീറ്റ് കുറയ്ക്കും. നിൽക്കുന്നിടത്തെല്ലാം എല്ലാവരെയും CPM തോൽപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ നോക്കിയിരുന്നോ? നിങ്ങൾ ചവിട്ടിയത് ആരെയാണെന്ന് ഓർക്കണം. പിണറായി വിജയൻ അങ്ങനെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കില്ല എന്ന് ബിനോയ് വിശ്വം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.